പക്ഷേ ഈ കോഴിക്കോട്ട് ഒരു PSC നിയമനം ബന്ധപ്പെട്ട PSC അംഗത്തെ നിയമിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാർട്ടി അംഗം പ്രത്യേകിച്ച് യുവജന നേതാവ് കൈക്കൂലി വാങ്ങിയെന്നൊക്കെ പറഞ്ഞ ആക്ഷേപങ്ങൾ ഉയരുന്നു. ബന്ധപ്പെട്ട് അത് പാർട്ടി ആവശ്യമായ പരിശോധന നടത്തി നിലപാട് സ്വീകരിക്കുമെന്ന് യാതൊരു സംശയമില്ലാതെ പറയാൻ സാധിക്കുന്നേ ഉള്ളൂ. ഗവൺമെൻറ്റും ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, കർശനമായ നിലപാട് സ്വീകരിക്കും. ഞങ്ങൾ PSC മെമ്പർമാരെ നിശ്ചയിക്കാൻ വേണ്ടി പൈസ വാങ്ങിയിട്ട് നിശ്ചയിക്കുന്നതല്ല. CPIM-ൻ്റെ നിയമന രീതി എല്ലാവർക്കും അറിയുന്നതാണ്. നല്ല മെറിറ്റ് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ആളുകൾ മാത്രമേ PSC മെമ്പറെ പോലുള്ള ആ സ്ഥാനങ്ങളിലൊക്കെ നിശ്ചയിക്കുള്ളൂ. അതെല്ലാം തെറ്റായ രീതിയിലുള്ള ചില സമീപനങ്ങളാണ് ആരെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് സംബന്ധിച്ച് പാർട്ടി പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കും. റിയാസിനൊന്ന് അങ്ങനെ പേര് എൻ്റെ പേര് പറഞ്ഞത് ഞാൻ സംസ്ഥാന സെക്രട്ടറി എന്ന് പറയുന്നത് എന്ത് അന്വേഷിക്കണ്ടേ? എന്തന്വേഷിക്കാൻ? റിയാസ് അത് കൃത്യമായിട്ട് നിഷേധിച്ചു. യാതൊരു തരത്തിലുള്ള ബന്ധപ്പെടലോ അതിനകത്ത് മാത്രമല്ല ഞങ്ങൾക്കറിയാലോ ഇല്ല, അത് വേറെ അന്വേഷിക്കേണ്ട കാര്യമില്ല. അതായത് PSC മെമ്പർമാരെ തീരുമാനിക്കുന്നത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്കറിയാം. സെക്രട്ടേറിയറ്റ് വഴി ബന്ധപ്പെട്ടുള്ളവരാണ് ഞങ്ങളെല്ലാം. അപ്പോൾ അത് വളരെ വ്യക്തമായിട്ട് ധാരണയുള്ളതാണ്. ആ ധാരണ വേറെ അന്വേഷിക്കേണ്ട കാര്യമില്ല. ആരോട് നിങ്ങളുള്ളിടത്തോളം കാലം ആരോടും നല്ലോണം വന്നുകൊണ്ടിരിക്കും. നിങ്ങളുടെ പണി, നിങ്ങളുടെ പ്രധാനപ്പെട്ട പണിയെ ആരോടും ഉന്നയിക്കില്ലേ? അത് നമുക്ക് അന്വേഷിച്ച് നോക്കാം. ആയിക്കോട്ടെ, അത് അവരോട് അവരന്വേഷിച്ചോട്ടെ. പോലീസിന്റെ മുമ്പിൽ കിട്ടിയിട്ട് പോലീസ് അന്വേഷിക്കട്ടെ. നമുക്ക് എന്താർക്കും ഞങ്ങൾ പോലീസ് അന്വേഷിക്കേണ്ട, CBI അന്വേഷിക്കേണ്ട, ED അന്വേഷിക്കേണ്ട എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. ആരോടും അന്വേഷിച്ചോട്ടെ. ഞങ്ങൾ ഇതിൻ്റെ അകത്ത് ഒരു തരത്തിലുള്ള തെറ്റായ പ്രവണതയെയും ഈ പാർട്ടി വെച്ച് പൂരിപ്പിക്കുന്ന പ്രശ്നമില്ല. അല്ലാതെ അത് വേറെ പാർട്ടികളെ നോക്കിയാൽ മതി കേട്ടോ. ഏത് പത്ര മാതൃഭൂമിയാവും. നമുക്ക് പിന്നെ വേറെ പാർട്ടി ഉണ്ടാക്കൂല്ലേ? നിങ്ങൾ ഉണ്ടായിക്കോ കേട്ടോ. പക്ഷെ അതുപോലെ പാർട്ടിയുടെ മുതിർന്ന നേതാക്കളായിട്ടുള്ള MA ബേബി അതോടൊപ്പം തന്നെ തോമസ് ഐസക്കൊക്കെ ഈ പാർട്ടിയുടെ തോൽവിയെ സംബന്ധിച്ചൊക്കെ വിമർശനങ്ങൾ, അതായത് പാർട്ടിക്കുള്ളിൽ പറയേണ്ട വിമർശനങ്ങൾ തന്നെ പുറത്താണ്. ഞങ്ങൾ പാർട്ടി ഉള്ളിൽ പറയേണ്ടത് ഉള്ളിൽ പറയും, പുറത്ത് പറയേണ്ടത് പുറത്തും പറയും. അല്ല, അവർ പറയുന്നത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഉള്ളിൽ പറയേണ്ടത് ഉള്ളിൽ പറയും, പുറത്ത് പറയേണ്ടത് പുറത്തും പറയും. പാർട്ടി സെൻട്രൽ കമ്മിറ്റി തന്നെ അവരെ കൃത്യമായിട്ടുള്ള രേഖ പുറത്തു വിട്ടിരിക്കുകയാണ്. പിന്നെ നിങ്ങൾ വെറുതെ വേറെ വർത്താൻ പറ്റുന്നതായിരുന്നു. അതല്ല ഞാൻ പറഞ്ഞത്, മുതിർന്ന നേതാക്കൾക്ക് ഈ നടന്ന ചർച്ചയെല്ലാം അടിസ്ഥാനപ്പെടുത്തി എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് പത്രക്കാരോട് പറയുന്നതിൽ യാതൊരു പ്രയാസമില്ല, ഒരു കുഴപ്പമില്ല. അത് നിങ്ങൾ ഇങ്ങനെ കുഴപ്പമുണ്ടെന്ന് അറിയിച്ച് അതല്ല ഞാൻ പറയും. സെൻട്രൽ കമ്മിറ്റി റിപ്പോർട്ട് പരസ്യപ്പെടുത്തിയല്ലോ, പിന്നെ അതിനപ്പുറം എന്താ പറയേണ്ട കാര്യം? BJPക്ക് ഏറ്റവും അധികം വളർച്ച ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഒരു സ്ഥലം ആലപ്പുഴയാണ്. പ്രത്യേകിച്ച് കായംകുളത്ത് വലിയൊരു മുന്നേറ്റം അവർ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സംഭവങ്ങളെ സംബന്ധിച്ച് അതെല്ലാം പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിച്ച് ഞങ്ങൾ അതിശക്തിയായിട്ട് കായംകുളം ഉൾപ്പെടെയുള്ള ആലപ്പുഴയിലാകെ മുന്നോട്ടേക്ക് വരും. പാർട്ടിക്കൊപ്പം ആലപ്പുഴയിൽ നിന്ന് കുറച്ച് സമുദായങ്ങളുണ്ടായിരുന്നു, അവരൊക്കെ ഒന്നും പോയിട്ടില്ല. ചില ആൾ പോയിട്ടുണ്ടാവും, അത് നമുക്ക് തിരിച്ചുകൊണ്ടുവരും. വെള്ളാപ്പള്ളി നടേശനുള്ള നിലപാടിൽ ഒരു മാറ്റവുമില്ല സാർ. വെള്ളാപ്പള്ളി നടേശൻ